നൈപുണ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ സ്വന്തം ഗാർഡൻ ആണ്, നൈപുണ്യ ബൊഗെയിൻവില്ല ഗാർഡൻ. ഈ ഗാർഡൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് ചാഴൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ നിങ്ങളെ എൻ്റെ ഒരു ഗാർഡൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഇത് ഫൈറോപ്പാൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിൻ്റെ കളറ് വളരെ ഭംഗിയുള്ള ഒരു നിറമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അട്രാക്ഷനുള്ള കളറാണ്. എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആണ് ഈ ഫൈറോപ്പാൽ ഓറഞ്ച് എന്ന് പറയുന്നത്. ഇത് ചില്ലി യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല ഭംഗിയാണ് ചില്ലിയുടെ കളേഴ്സ് എല്ലാം വരുന്നത്. ഇത് യെല്ലോ വെറൈറ്റിയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ, നല്ല അട്രാക്ഷൻ തരുന്ന കളറാണ്. നിറയെ ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ചില്ലിയിൽ തന്നെ മറ്റ് വെറൈറ്റികളുണ്ട്. ചില്ലി ഐസ്ക്രീം, റെഡ്, ഓറഞ്ച്, പിങ്ക്, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. മൾട്ടി ഗ്രാഫ്റ്റഡ് ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും ഭംഗിയിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന, ഒരേ ഫാമിലിയിൽ പെടുന്ന ഒരുപാട് കളർ തരുന്ന ഒരു വെറൈറ്റിയാണ് ചില്ലി വെറൈറ്റികൾ. മറ്റ് ചില്ലി വെറൈറ്റികൾ നമുക്ക് കാണാം. ഇത് ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിൻ്റെയും കളർ വളരെ ഭംഗിയുള്ള കളറാണ് വരുന്നത്. വൈറ്റും പിങ്കും മിക്സ് ആയിട്ടാണ് ഇതിൽ പൂക്കൾ വിരിയുന്നത്. വിരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് പൂക്കളുടെ നിറം വൈറ്റ് തന്നെയായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പിങ്ക് ഷെയ്ഡും കൂടെ കയറി വന്ന് പൂക്കൾ നല്ല ഭംഗിയുള്ള ഒരു പൂക്കളായിട്ട് മാറും. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇത് അദർണ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നിറയെ കളേഴ്സ് ഒരുമിച്ച് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിലിപ്പോൾ ഒരുപാട് കളേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ യെല്ലോ, പിങ്ക്, പീച്ച്, അങ്ങനെ ഒരുപാട് പിങ്ക് ഷെയ്ഡും എല്ലാം കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ അദർണ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഇതിൻ്റെ ഇപ്പോൾ കുറച്ച് കളേഴ്സ് ഇപ്പോൾ ഡിമ്മായിട്ട് നിൽക്കുകയാണ്. കാരണം അത് കൊഴിയേണ്ട ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. വിരിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയുള്ള കളറാണ്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അദർണ വിരിഞ്ഞ് വരുമ്പോഴത്തെ ഒരു കളർ വരുന്നത്. കണ്ടോ, ഒരുപാട് കളേഴ്സ് ഒരുമിച്ചാണ് വരുന്നത്. നല്ല ഭംഗിയിലാണ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നത്. ഈ കളറിൽ നിന്നാണ് നേരത്തെ കണ്ട കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. കൊഴിയാറായിട്ടുള്ള ഒരു സ്റ്റേജിലത്തെയാണ് അത് കാണിച്ചത്. പക്ഷെ ഇതെല്ലാം റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. പൂക്കൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ നല്ല ഗോൾഡൻ കളറാണ്. പിന്നെ അതിന് ഒരുപാട് കളർ ചേഞ്ചിലേക്ക് മാറി നല്ല വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇതിൽ നോക്കിയാൽ കാണാം. ഇവിടെ നിന്നാണ് ഗോൾഡൻ കളറിൽ നിന്ന് ഇങ്ങനെ മാറി മാറി മാറിയാണ് ഈ ഒരു കളേഴ്സിലേക്കൊക്കെ വരുന്നത്. വലിയ പൂക്കളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെടി നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്രാവശ്യം ഇതിൽ പൂക്കൾ വിരിഞ്ഞപ്പോൾ ഒരു തണ്ട് മാത്രം വൈറ്റ് കളറിൽ വിരിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതിൽ വേറെ ഒറ്റ കളറില്ല, വൈറ്റ് മാത്രമായിട്ടാണ് വിരിഞ്ഞിട്ടുള്ളത്. ഇത് ഗോൾഡൻ സൺഷൈൻ്റെ ഫ്ലവർ ആണ്. ഇപ്പോൾ ഇത് കൊഴിയാറായി. ഇത് വിരിഞ്ഞ് ഇത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് ആയപ്പോൾ ഇതേപോലത്തെ കളറാണ് കേട്ടോ വരുന്നത്. നിറയെ പൂവിട്ട് നിൽക്കുമായിരുന്നു. ഇത് ബ്രിസ പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. നിറയെ പൂക്കൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു വെറൈറ്റി കളറാണ് ഈ ബ്രിസ പീച്ചിൻ്റെ. ഇത്തിരി സ്ലോ ഗ്രോത്തിലാണ് വളരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു റൂട്ടഡ് പ്ലാന്റ് ആണ്. കുറച്ച് വർഷം എത്തിയിട്ടുള്ള പ്ലാന്റും ആണ്. എന്നിട്ടാണ് ഇപ്പോൾ ഇത്രയും വലുതായിട്ടുള്ളത് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു വെറൈറ്റിയാണ് ഈ ബ്രിസ പീച്ച് എന്ന് പറയുന്നത്.
ഇത് റെഡ് ടാങ്ക്ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. ടാങ്ക്ലോൺ വെറൈറ്റികളിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇത് റെഡ് ടാങ്ക്ലോൺ ആണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ്. ഇതിൻ്റെ ഇതളുകൾ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ പൂർണ്ണമായിട്ട് വിരിഞ്ഞു വരാത്ത ഇതളുകളാണ് ഈ ടാങ്ക്ലോൺ വെറൈറ്റികൾക്ക് വരുന്നത്. ഇത് സുവർണ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ്. നമുക്ക് വിരിഞ്ഞു വരുമ്പോൾ ഈ ഗോൾഡൻ കളറിലാണ് വരുന്നത്. അതിനുശേഷം വൈറ്റും യെല്ലോയും മിക്സ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലവേഴ്സിലേക്ക് എത്തും. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ. ഈ ഫോക്സ് ടെയിൽ യെല്ലോ ആയിട്ട് ചെറിയൊരു സാമ്യം തോന്നും. നല്ല ഭംഗിയുള്ള നല്ല വെറൈറ്റിയാണ്. ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ്. ഇല കാണാത്ത രീതിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി. വൈറ്റിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കൊമ്പുകളൊക്കെ വരുന്നത്. ഇതുപോലെയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇല കാണാത്ത രീതിയിൽ നിറയെ പൂക്കളുണ്ട് കണ്ടോ. നിറയെ പൂക്കളായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. അതുപോലെ തന്നെ ഇതിന് മുള്ള് വളരെ കുറവാണ്. മുള്ളുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. അത്രയ്ക്കും മുള്ളില്ലാത്തൊരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് പറയാം. നല്ല ഭംഗിയുള്ള സൺറൈസ് വൈറ്റ്. ഇത് ബ്രിസ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. വിരിഞ്ഞു വരുമ്പോൾ നല്ല റെഡ് കളറിലാണ് വിരിഞ്ഞു വരുന്നത്. പിന്നെ ഇപ്പൊ ഇത് കൊഴിയണ ഒരു സ്റ്റേജിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ്. ഇത് റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിപ്പോൾ കുറേ വർഷമെത്തിയിട്ടുള്ള ഞങ്ങളുടെ ഒരു മദർ പ്ലാന്റ് എന്ന് തന്നെ പറയാം. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ്. ഈ വർഷത്തെ ആദ്യത്തെ ഫ്ലവർ ആണ് കേട്ടോ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്നത്. ഇനിയും ഒരുപാട് താഴ്ന്ന് വിരിഞ്ഞ് വരാനുണ്ട്. ഇത് നമ്മൾ ഇതിൽ നിന്ന് അത്യാവശ്യം കട്ടിങ്സ് എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു രീതിയിൽ നമ്മൾ വളർത്തി വിട്ടേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു വടിയൊക്കെ വെച്ചിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അതും കഴിഞ്ഞ് മുകളിലോട്ട് നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട്. നിറയെ പൂക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. നല്ല ഭംഗിയുള്ള റെഡ് നിറമാണ് കേട്ടോ ഇതിന്. ഇത് റോഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഈ ഒരു വലിയ പ്ലാന്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആളുകൾ കയറി വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ്. നിറയെ പൂക്കളുണ്ട്. ഇത് മൊണാലിസ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല പിങ്ക് കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത്. വളരെ ചെറിയ പൂക്കളാണ്, പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫും വളരെ ചെറുതും ഒരു ആലില ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിന് മുള്ള് വളരെ അധികമായിട്ട് തോന്നിയിട്ടില്ല. ചെറിയ രീതിയിലുള്ള മുള്ളുകളേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ജുവൽ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടുക്കടുക്കുകളായിട്ടാണ് ഇലകൾ വരുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതിലൊരു 2-3 കളേഴ്സ് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കളേഴ്സ് കാണാം. ഇത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ജുവലിൻ്റെ. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇത് ഉണ്ടാവുന്ന രീതിയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി. ഇത് ജുവലിൻ്റെ പിങ്ക് ഫ്ലവർ വരുന്ന വെറൈറ്റി ആണ്. ഇതിൽ ലീഫ് വരുന്നത് വെരിഗേറ്റഡ് ആയിട്ടാണ്. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ജുവല്. ഇത് വെരിഗേറ്റഡ് ലീഫല്ല, ഫ്ലവർ വരുന്നത് പക്ഷെ നേരത്തെ കണ്ട ആ പിങ്ക് ആണ്. ഇത് ഡോക്ടർ റാവുവിൻ്റെ വെറൈറ്റി ആണ്. നല്ല പിങ്ക് കളർ ഫ്ലവർ ആണ് വരുന്നത്. ഇതിൻ്റെ ലീഫ് കണ്ടോ, വെരിഗേറ്റഡ് ലീഫാണ് ഇതിൽ വരുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു വെരിഗേറ്റഡ് ലീഫിൽ ഈ പിങ്ക് കളർ ഫ്ലവർ വരുമ്പോൾ. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ലീഫ് കണ്ടോ, സിൽവർ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ലീഫാണ് വരുന്നത്. ഫ്ലവർ നല്ല പിങ്ക് ഫ്ലവർ ആണ്, പക്ഷേ ഇതിൻ്റെ ഫ്ലവറിൻ്റെ രീതി വളരെ വ്യത്യസ്തമാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ലാവൻഡർ കളറിലാണ് ഇതിൻ്റെ പൂക്കളുള്ളത്. നല്ല ഭംഗിയാണ് പൂക്കൾ. നല്ല വിരിഞ്ഞ ഇതളുകളായിട്ടാണ് വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കോമൺ ആയിട്ട് മിക്ക സ്ഥലങ്ങളിലും കാണുന്ന വെറൈറ്റി ആണെങ്കിലും ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് കോമൺ ആയിട്ട് കാണുന്ന കളർ തന്നെയാണ്. നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡുള്ള ഒരു വെറൈറ്റി. പക്ഷേ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്ന രീതി ഈ ഒരു വെറൈറ്റിയിൽ വളരെ വ്യത്യസ്തമാണ്. നല്ല അടുക്കടുക്കായിട്ട് നല്ല കട്ടിയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. കൊലയായിട്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ നാടൻ വൈറ്റ് ആണ്. ബൊഗൻവില്ലയിലെ നാടൻ വൈറ്റ് വരുന്ന വെറൈറ്റി ആണ് കേട്ടോ. പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടാവും. ഇപ്പോഴും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വൈറ്റ് അന്വേഷിച്ച് വരുന്ന ആൾക്കാർ നാടൻ വൈറ്റ് ആണ് കൂടുതലും കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലവറിങ്ങിലേക്ക് കടന്നേക്കാണ്. കുറേ മുട്ടുകളായിട്ടാണ് നിൽക്കുന്നത്. നന്നായിട്ട് വിരിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നാടൻ്റെ ഒരു പ്രത്യേകത, അത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നിറയെ പൂക്കൾ ഉണ്ടാവും. വള്ളി പോലെയൊന്നും പോവില്ല. നല്ല ഭംഗിയിൽ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഇതും ഡോക്ടർ റാവുവിൻ്റെ വെറൈറ്റിയാണ്. നേരത്തെ കണ്ട ഡോക്ടർ റാവുന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ അതിന് വരുന്നത്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. അതുപോലെ തന്നെ വിരിഞ്ഞ ഇതളുകളാണ് വരുന്നത്. നേരത്തെ കാണിച്ച ഡോക്ടർ റാവുവിൻ്റെ പൂക്കൾ വ്യത്യസ്തമാണ്. പിങ്ക് ഷെയ്ഡ് തന്നെയാണ്, ഡാർക്ക് പിങ്കും. പൂക്കളിൽ വരുന്ന രീതിയും വ്യത്യസ്തമാണ്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ പൂവിൻ്റെ നിറമാണ് നല്ല ഭംഗി വരുന്നത്. പീച്ച് കളറാണ് വരുന്നത്. നല്ല ഭംഗിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ. ഇതിൽ പൂക്കൾ വരുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ വൈറ്റ് കളറിലാണ് വരുന്നത്. കണ്ടോ, ഇതേപോലെ വൈറ്റ് കളറിലാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതേപോലെ പിങ്ക് ഷെയ്ഡ് കയറി വരും. അപ്പോഴാണ് ഈ ഒരു വെറൈറ്റിയുടെ ഭംഗി അറിയാൻ പറ്റുന്നത്. നല്ല ഭംഗിയാണ്. വൈറ്റും പിങ്കും മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ് ഇതും. ഇത് ഡുഫിൻ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിൻ്റെ ലീഫ് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെരിഗേറ്റഡ് ആണ് വരുന്നത്. വലിയ പിങ്ക് ഫ്ലവർ ആണ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നന്നായി പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നിറയെ പൂക്കളുണ്ട്. പൂക്കൾ ഇതിനും കൂടുതലായിരുന്നു, ഇപ്പോൾ കുറച്ച് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ്. ഇത് ട്വിസ്റ്റഡ് പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിൻ്റെ പൂക്കൾ നോക്കിയാൽ അറിയാം, ട്വിസ്റ്റഡ് ആയിട്ടാണ് വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവും. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്.
ഇത് ഓറഞ്ച് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. നല്ല ഓറഞ്ച് കളർ ഫ്ലവർ ആണ് വരുന്നത്. അത് കൊഴിയുന്ന സ്റ്റേജ് എത്തുമ്പോൾ ഇതുപോലത്തെ ഒരു ഷെയ്ഡിലേക്ക് മാറും. ഇതിന്റെ ലീഫിന് മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഇങ്ങനെ ലീഫിൽ മഞ്ഞ പുള്ളികൾ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ആ വെറൈറ്റി. കണ്ടോ, ലീഫിൽ ഇങ്ങനെ മഞ്ഞ പുള്ളികൾ വരും. നിറയെ പിങ്ക് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ്. ഇത് നമ്മുടെ കേളിസ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. ഇത് നിറയെ ഇതുപോലെ ഇങ്ങനെ കൊല കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു വൈറ്റ് വെറൈറ്റി. ഇടയ്ക്ക് ഇതിലൊരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്നത് കാണാം. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നത് മെച്ചുവേർഡ് ആയതിനു ശേഷം ഈ ഒരു ഫ്ലവറിൽ അങ്ങനത്തെ ഒരു കളർ കയറി വന്നിട്ടില്ല. ഇതിൻ്റെ ലീഫിൻ്റെ തുമ്പിലത് ഇതുപോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഒരു ഇളം പച്ച കളർ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് വൈലറ്റ് കളറിലുള്ള ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. പക്ഷെ നേരത്തെ കണ്ട വൈലറ്റ് പോലത്തെ ഫ്ലവർ അല്ല കേട്ടോ. ഇത് ചെറിയ ഫ്ലവറാണ് വരുന്നത്. പക്ഷെ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്കിങ്ങനെ വെട്ടി വെട്ടി ഷേപ്പിലൊക്കെ നിർത്താം. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇവിടെ നാടൻ്റെയും കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല നല്ല കളേഴ്സ് ഉണ്ട്. നമ്മളെല്ലാം വെട്ടി നല്ല പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയിൽ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മുട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിരിഞ്ഞ് വരുന്നുണ്ട്. നല്ല നല്ല കളേഴ്സ് ഉണ്ട്. നമുക്ക് അതും കൂടെ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾ പ്ലാന്റ് ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. കോള് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ഇല്ല. നമ്മൾ പെറ്റിൻ്റെ വണ്ടിയിലൊക്കെ പിന്നെയും നമുക്ക് ശ്രമിക്കാം. പക്ഷേ കൊറിയർ നമ്മളിപ്പോൾ തീരെ ചെയ്യുന്നില്ല. അടുത്ത വർഷമൊക്കെ ആയിട്ട് നമുക്ക് തുടങ്ങാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് ചാഴൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കേട്ടോ. അപ്പോൾ വന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ഗാർഡനിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ നമ്മുടെ കടുകുമണി ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണാൻ താല്പര്യമുള്ളവർ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതും കയറി കാണാവുന്നതാണ്.